ഞാനൊന്ന് CPIM ക്യാമ്പിലേക്ക് പോവുകയാണ്. LDF ക്യാമ്പിൽ നിന്ന് സാനിയോ മനോമി തയ്യാറാണ്. ഗുഡ് ഈവനിങ് സാനിയോ മനോമി. ഇന്ന് മാസ് എൻട്രി ക്യാപ്റ്റൻ കൂളിൻ്റെതായിരുന്നു. ക്യാപ്റ്റൻ കൂൾ വന്ന് ഈ മത്സര വിജയികളെയൊക്കെ സദസ്സിൽ എത്തിച്ച് അവർക്ക് മെഡൽ നൽകുന്നതിന് മുൻപ് അവരുടെ കൈ ഉയർത്തുന്നത് പോലെ സരിനെന്ന തന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഇപ്പോഴത്തെ LDFിന്റെ സ്ഥാനാർത്ഥിയെ എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാഴ്ച. ആ കാഴ്ചയോടുകൂടി കളം പിടിക്കാനുള്ള ശ്രമം കൂടുതൽ കടുപ്പിക്കുകയാണോ ഈ കോലാഹലങ്ങൾക്കിടയിൽ CPIM? വെരി ഗുഡ് ഈവനിങ് സുജയ. അതായത് ഈ കോൺഗ്രസും BJPയിലും ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങൾക്കിടയിലൂടെ വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് CPIM നടത്തുന്നതെന്നതിൽ സംശയമില്ല. ക്യാപ്റ്റൻ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ 2 ദിവസം വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷേ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് നീട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് 16, 17 തീയതികളിലേക്ക് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ മാറ്റിയത്. ഇന്നിപ്പോൾ 5 മണിക്കും 6 മണിക്കും മാത്തൂരിലും അതുപോലെ മറ്റൊരിടത്തും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇന്ന് 3 പരിപാടികൾ, നാളെ 3 പരിപാടികൾ, അങ്ങനെ 6 പരിപാടികളാണ് പാലക്കാട് മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തന്നെ ഒരു കാലത്ത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് നിശിതമായി വിമർശിച്ച സരിനു വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയിരിക്കുന്നു. വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം വികസന കാര്യങ്ങളാണ് പ്രധാനമായും എണ്ണിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനിയുള്ള വേദികളിലും വികസന കാര്യങ്ങൾ തന്നെ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം സന്ദീപിൻ്റെ കോൺഗ്രസിലേക്കുള്ള പോക്കിനെ CPMഉം നോക്കിക്കാണുന്നുണ്ട്. CPM നേരത്തെ സന്ദീപുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. AK ബാലൻ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡാകും എന്നുള്ളൊരു അഭിപ്രായവും പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ MB രാജേഷും അതുപോലെ MV ഗോവിന്ദനും അടക്കമുള്ള ആളുകളാണ് ഈ ഒരു വിഷയത്തിൽ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. MB രാജേഷ് പറയുന്നത് വർഗീയതയുടെ കാളിയനെ കോൺഗ്രസ് കഴുത്തിൽ അണിഞ്ഞു അലങ്കാരമായി നടക്കുകയാണ് എന്നാണ്. MV ഗോവിന്ദൻ പറയുന്നത് തങ്ങൾ ഒരിക്കലും ഈ നിലപാട്, വർഗീയ നിലപാട് വെച്ചു പുലർത്തുന്നയാളെ പാർട്ടിയിലേക്ക് ക്ഷണിക്കില്ല, പകരം ആ നിലപാട് മാറ്റി മതേതര നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വന്നാൽ മതി, അങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ക്ഷണിക്കുന്നു എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായാണ് സന്ദീപ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വരെ അടക്കം AK ബാലനടക്കമുള്ള ആളുകൾ പറയുന്നൊരു സാഹചര്യമുണ്ടായത്. പക്ഷേ അദ്ദേഹം മതേതര ചേരിയിലേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചില്ല. അദ്ദേഹം വർഗീയ ചേരിയിൽ തന്നെ തുടരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ കൂടെ കൂട്ടാതിരുന്നത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കോൺഗ്രസിൽ പോയാലും BJPയിൽ പോയാലും ഒരുപോലെ തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യവും MV ഗോവിന്ദനും MB രാജേഷും ഒക്കെ വച്ചു പുലർത്തുന്നുണ്ട്. പച്ചക്കൊടി കണ്ട് പ്രസംഗിക്കാതെ പോയ പ്രിയങ്കയുടെ പാർട്ടിക്ക് അസറ്റായിരിക്കും സന്ദീപ് എന്നുള്ള ഒരു വാദവും MB രാജേഷ് ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും സന്ദീപിനെ പോലെ വർഗീയതയുടെ എന്തൊക്കെയാണ്, അതായത് പുരാണ കഥാപാത്രങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചാണ് MB രാജേഷ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സാനുവിലേക്ക് നമുക്ക് വീണ്ടും എത്താം. വർഗീയതയുടെ കാളിയൻ, അതാണ് സന്ദീപ് വാര്യർക്ക് MB രാജേഷ് ഇട്ടിരിക്കുന്ന പേര്. BJP വിട്ടത് നന്നായി, കോൺഗ്രസിൽ ചേർന്നതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറയുന്നു. ഇതെന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്?